ഷിഫാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ കേക്കിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പഞ്ചസാര റവയും കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. റവ എടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാൻ 1 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വാനില എസൻസും 1 മുട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ആവശ്യത്തിന് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. എത്രത്തോളം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ നമുക്കൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ എല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കേക്ക് പാൻ എടുത്ത് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ആ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ബദാമും കാഷ്നട്ടും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ പുറത്ത് ഒരു സ്റ്റീൽ റാക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊരു 40 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കിയാണ്. നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റവ കേക്കാണ്. അപ്പോൾ പാത്രത്തിൽ പിടിക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കേക്ക് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കേ, നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഞാൻ ചൂടോടെ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കട്ടാവുന്നുണ്ട്. നല്ല രുചിയിലും നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഏത് സമയം എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ആ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 40 മിനിറ്റിൻ്റെ ഒരു സമയം പോകുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ഗോഡ് ബ്ലെസ് യു ആൾ.